കസ്റ്റർഡ് പൗഡർ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡ് റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടുമാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമിൽ വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ, താഴെ പിടിക്കാതെ നോക്കണം. ഇനി പാല് നല്ലതുപോലെ തിളച്ച് വരുമ്പം ഇതിലേക്ക് കോൺഫ്ലവർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ നേരത്തെ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചതാണ്. പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ മിക്സ് ചെയ്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് എടുത്തത്. കോൺഫ്ലോർ ഇടുമ്പോൾ തന്നെ നല്ലതുപോലെ കുറുകി വരും കേട്ടോ. അപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. പിന്നെ ഒരുപാട് നേരിട്ട് തിളപ്പിച്ച് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. തണുപ്പിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാമ്പഴം, ഒരു മാമ്പഴം നല്ലതുപോലെ പഴുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തത്. പിന്നെ ഇതിലേക്ക് പപ്പായ കേട്ടോ ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അനാറുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ചെറിയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ, ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡേറ്റ്സ് കുരുകളഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. മസ്റ്റ് ട്രൈ ആയിട്ടോ കേട്ടോ. കസ്റ്റർഡ് പൗഡർ ഇട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തപ്പോൾ. അപ്പോൾ തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.